വിദ്യാർത്ഥികൾ, പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. റിവ്യൂ ഓഫ് C++ഉം അതേപോലെ അറേസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3ാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസ് ആണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് മെഷീനാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം വലുതാവുമ്പോൾ സ്വാഭാവികമായും അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പ്രോബ്ലം വലുതാവുന്നതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മുറിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവിൽ നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന മെത്തേഡ്. പ്രോഗ്രാമിങ്ങിലും അങ്ങനെ ആ ഒരു രീതിയിലാണ് പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ ഒരു വലിയ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിച്ച് കൈകാര്യം ചെയ്യുന്ന മൊഡ്യൂളറൈസേഷൻ, മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് ആണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ച് വലിപ്പമുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ഭാഗമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്നും അതേപോലെ 2 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും മറ്റൊന്ന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസുമാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററിന്റെ 1ാമത്തെ പാർട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൊഡ്യൂളർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫംഗ്ഷന്റെ ചാപ്റ്ററിന്റെ റിവിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് ആണ്. എന്താണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്? ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഭാഗമായി മുറിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ചെറിയ കഷ്ണങ്ങളായി ചെറിയ ഭാഗങ്ങളായി മുറിക്കുന്നതിനെയാണ് മൊഡ്യൂളറൈസേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള പ്രോഗ്രാമിങ്ങിനെയാണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗിന്റെ ഗുണങ്ങൾ? പ്രോഗ്രാമിന്റെ സൈസ് ചുരുക്കും, റെഡ്യൂസിംഗ് സൈസ് ഓഫ് ദി പ്രോഗ്രാം. അതുപോലെ എറേഴ്സിന്റെ എണ്ണം കുറക്കും എന്നുള്ളതാണ്. റെഡ്യൂസിംഗ് കോംപ്ലക്സിറ്റി, സങ്കീർണത ചുരുക്കും. അതേപോലെ റീയൂസബിലിറ്റി, ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയ പ്രോഗ്രാം തന്നെ വീണ്ടും നമുക്ക്, അല്ലെങ്കിൽ കോഡ് തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈസിയാണ്. ഇതാണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗിന്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ലിമിറ്റേഷൻസ് ആയിട്ട് പറയാവുന്ന കാര്യം, സബ് പ്രോഗ്രാംസ് മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ്. ഒരു സബ് പ്രോഗ്രാം ചെയ്യുന്ന കാര്യം മറ്റൊരു സബ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പ്രോപ്പർ ഡിവിഷൻ ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. നമ്മുടെ പ്രോഗ്രാമിനെ ചെറിയ ഭാഗങ്ങളായി മുറിക്കുമ്പോൾ കൃത്യമായി മുറിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി C++ൽ എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ ഒരു പേരിൽ അറിയപ്പെടുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ. വളരെ വിശദമായിട്ട് നമുക്ക് താഴേക്ക് ഭാഗം വരുമ്പോൾ ക്ലിയർ ആവും എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. 2 പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ള ഫംഗ്ഷൻസ് ആണുള്ളത്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസും മറ്റൊന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുമാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ ഈസ് റെഡി ടു യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ്, ഹെഡർ ഫയലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദ പ്രോഗ്രാമർ ബേസ്ഡ് ഓൺ ഹിസ് ടാസ്ക്. പ്രോഗ്രാമറുടെ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് സ്വന്തമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ടാക്കാമെന്നും പ്രീ ഡിഫൈൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു പ്രോഗ്രാം കാണുമ്പോൾ, C++ൽ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ കാണാറുണ്ട്. എന്താണ് മെയിൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചർച്ച ചെയ്യുന്നത്. ഏതൊരു C++ പ്രോഗ്രാം എടുത്താലും കാണുന്ന ഒരു ഫംഗ്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഓർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഫംഗ്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. എവറി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ടാവില്ല. എല്ലാ പ്രോഗ്രാമും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനാണ്. ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ല. കാരണം മെയിൻ ഫംഗ്ഷൻ എന്താണ് വരേണ്ടത് തീരുമാനിക്കുന്നത് പ്രോഗ്രാമറാണ്.
വിതൗട്ട് മെയിൻ ഫംഗ്ഷൻ C++ പ്രോഗ്രാം വോണ്ട് വർക്ക്. C++ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. മെയിൻ ഈസ് എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി. സാധാരണ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കാറുണ്ട്, പക്ഷേ മെയിൻ ഫംഗ്ഷൻ വിളിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വിളിക്കപ്പെടുന്ന ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ഇതാണ് മെയിൻ ഫംഗ്ഷന്റെ പ്രത്യേകതകൾ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് വരുന്നത്. നമുക്കറിയാം ഫംഗ്ഷൻസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും പ്രീഡിഫൈൻഡ് ഫംഗ്ഷനും. ഏതൊക്കെയാണ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ്? കൺസോൾ ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ കൺസോൾ ഫംഗ്ഷനാണ്. കൺസോൾ ഫംഗ്ഷൻ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഗെറ്റ് ക്യാറും മറ്റൊന്ന് പുട്ട് ക്യാറുമാണ്. Get char is used for reading a character and put char is used for displaying a character. ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീൻ തൽക്കാലം പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൺസോൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലിന്റെ പേര് CSTDIO എന്നുള്ളതാണ്. ഈ ഹെഡർ ഫയൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൺസോൾ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. താഴത്തെ എക്സാമ്പിൾ പ്രോഗ്രാം ശ്രദ്ധിക്കുക. Get char is used for reading a character and put char is used for displaying a character. അതിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷനും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹെഡർ ഫയൽ CSTDIO എന്നുള്ള ഹെഡർ ഫയൽ ആണ്. ക്ലിയർ? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രീം ഫംഗ്ഷൻ. സ്ട്രീം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിനുള്ളിലാണ്. നമുക്കറിയാം സിനും സിയോട്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ ഹെഡർ ഫയലിനുള്ളിലാണ് സ്ട്രീം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 4 സ്ട്രീം ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഗെറ്റ്, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ശ്രദ്ധിക്കേണ്ടത് ഗെറ്റ് എന്നുകൊണ്ട് തുടങ്ങുന്നത് റീഡ് ചെയ്യാനുള്ളതും പുട്ടും റൈറ്റും ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. ഗെറ്റ് ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഗെറ്റ് ലൈൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കേണ്ടത് ഗെറ്റിന് സ്ട്രിംഗും ക്യാരക്ടറും റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. പുട്ട് ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പുട്ട് ലൈൻ അല്ല, തിരിക്കരുത്, റൈറ്റ് ആണ് ഒരു സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ട്രീം ഫംഗ്ഷൻസ്. ഇതാണ് 4 സ്ട്രീം ഫംഗ്ഷൻസ്. ഇതിന്റെ ഉപയോഗം ഞാൻ അടുത്ത പ്രോഗ്രാമിൽ കാണിക്കാം. ഗെറ്റ് അതുപോലെ പുട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിഇൻ അല്ലെങ്കിൽ സിയോട്ടിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് CIN ഡോട്ട് ഗെറ്റ് എന്നാണ്. അപ്പോൾ ഒരു A എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സിയോട്ട് പുട്ട് C എന്നുള്ള ഈ ഒരു ഫോർമാറ്റിലാണ് പുട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിഇൻ ഉപയോഗിക്കണം റീഡ് ചെയ്യുന്നതിന് മുമ്പ്, ഗെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതേപോലെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് സിയോട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇതേപോലെ ഗെറ്റ് ലൈനും റൈറ്റും എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു സ്ട്രിംഗ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ലൈൻ. അനിൽകുമാർ എന്നുള്ള സ്ട്രിംഗ് റീഡ് ചെയ്തു, അത് ഡിസ്പ്ലേ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ഇത് രണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ IOStream എന്നുള്ള ഹെഡർ ഫയലാണ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻ. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലിന്റെ പേര് CString എന്നുള്ള ഹെഡർ ഫയൽ ആണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ട്രിംഗ് ഫംഗ്ഷൻസ് strlen, strcpy, strcat, strcmp ആൻഡ് strcmpi. strlen ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. strcpy ഒരു സ്ട്രിംഗിനെ മറ്റൊരു സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. strcat ടു ആഡ് വൺ സ്ട്രിംഗ് ടു എൻഡ് ഓഫ് അനദർ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിന്റെ അവസാനത്തിൽ മറ്റൊരു സ്ട്രിംഗിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, അപ്പൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 2 സ്ട്രിംഗുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcmp. 2 സ്ട്രിംഗുകൾ കമ്പയർ ചെയ്യുന്നു, പക്ഷേ ഇഗ്നോറിംഗ് കേസ്, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മൈൻഡ് ചെയ്യാതെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmpi. നമുക്ക് ഇതിലുള്ള ഫംഗ്ഷൻസ് ഒന്ന് പ്രാക്ടിക്കൽ സഹിതം വിശദീകരിക്കാം. ഇവിടെ str1, str2, str3 എന്നുള്ള 3 സ്ട്രിംഗുകൾ ഉണ്ട്. ഇതിൽ str1ൽ കമ്പ്യൂട്ടറും str2ൽ സയൻസും ആണ് ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് strlen ഓഫ് str1. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സൈസ് കിട്ടും. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8 സൈസ് ആണ് കണ്ടേ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കുക, strcpy ആണ്. str3ലേക്ക് str2 സേവ് ചെയ്യാണ് ചെയ്യുന്നത്. str2 നമുക്കറിയാം സയൻസ് ആണ്. അപ്പൊ str2 str3ലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. str3 കാലിയായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത് സയൻസ് ആണ്. str3 ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സയൻസ് കിട്ടുന്നു. കാരണം str2ലുള്ള സ്ട്രിംഗിനെ str3ലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcpy. അടുത്ത ഫംഗ്ഷൻ ശ്രദ്ധിക്കുക, strcat ആണ്.
STR1ന്റെ അവസാനത്തിലേക്ക് STR2 കൂട്ടിച്ചേർക്കാണ് ചെയ്തിരിക്കുന്നത്. STR1 ഓൾറെഡി കമ്പ്യൂട്ടറിനാണ്, STR2 സയൻസ് ആണ്. ഇത് രണ്ടും ചേർത്ത്, അതായത് കമ്പ്യൂട്ടറിന്റെ കൂടെ അവസാനത്തിൽ STR2 ചേർത്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ അവസാനമായിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കൂടി പറയാം. STRCNP ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട STR2 എന്താണ്? സയൻസ് ആണ്. STR3 എന്താണ്? സയൻസ് ആണ്. കാരണം STR3 നമ്മൾ നേരത്തെ STR2നെ കോപ്പി ചെയ്തിട്ട് STR3 സയൻസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ STRCNPയുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് വാല്യൂയും അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് ഡിസ്പ്ലേ ആവുക. ഓക്കെ, ഇതാണ് 4 പ്രധാനപ്പെട്ട സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മളിവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ശ്രദ്ധിക്കേണ്ടത്, ഇതും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. CMath എന്നുള്ള ഹെഡർ ഫയൽ ആണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ. ഫംഗ്ഷൻസ് ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന ഫംഗ്ഷൻസ് ABS, FABS, SQRT ആൻഡ് പവർ ആണ്. ABS is used for finding absolute value of an integer number. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി ഇതിന്റെ ഇന്റിജർ നമ്പർ ആണെങ്കിൽ ABS ഉപയോഗിക്കുന്നു. ഇനി അഥവാ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ ABS വർക്ക് ചെയ്യില്ല. അതിന് പകരം ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് FABS. ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അബ്സല്യൂട്ട് വാല്യൂ തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് FABS. ഓക്കെ, SQRT നമുക്കറിയാം, സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. ടു ഫൈൻഡ് പവർ ഓഫ് എ നമ്പർ. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ വിശദീകരിക്കാം. ഒന്നാമത്തെ ABS ഓഫ് -8 ഔട്ട്പുട്ട് 8 ആണ്. അപ്പൊ നെഗറ്റീവ് 8നെ പോസിറ്റീവ് 8 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ ABS വർക്ക് ചെയ്യില്ല. അതിന് പകരം FABS ആണ് യൂസ് ചെയ്യുന്നത്. FABS -2.5ന്റെ അബ്സല്യൂട്ട് വാല്യൂ 2.5 ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് വർക്ക് ചെയ്യുന്നു. സ്ക്വയർ റൂട്ട് 49 സ്ക്വയർ റൂട്ട് 7 ആണ്. 2,3 പവർ 2⁻³ ആണ്. പവർ 2,3 എന്ന് പറയുമ്പോൾ പവർ 2,3 മീൻസ് 2⁻³ ഈസ് 8. ഈ 4 ഫംഗ്ഷനും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ CMath എന്ന ഹെഡർ ഫയൽ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി അവസാനമായിട്ട് നമ്മുടെ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ കാറ്റഗറിയിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഇത്രയും ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. C ടൈപ്പ് എന്നുള്ള ഫംഗ്ഷനാണ് ഈ ക്യാരക്ടർ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടി C ടൈപ്പ് എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മുടെ ഈ ക്യാരക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രധാനപ്പെട്ട ക്യാരക്ടർ ഫംഗ്ഷൻസ് പെട്ടെന്ന് പറയാം. ഈസ് അപ്പർ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട് എന്നുള്ളതാണ്. ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈസ് ലോവർ ഉപയോഗിക്കുന്നു. ഈസ് ആൽഫ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്, ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ഈസ് ഡിജിറ്റ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്, നമ്മൾ ഡിജിറ്റ് ആയിട്ട് കൊടുത്ത വാല്യൂ ആണോ അല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ഈ ആൽഫം എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ എന്നുള്ളതാണ്. ആൽഫ ന്യൂമറിക് മീൻസ് ഒന്നുകിൽ ആൽഫബറ്റ് അല്ലെങ്കിൽ നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്നാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ ടു അപ്പർ എന്നുള്ളത് നിലവിൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റും. ലോവർ കേസ് ആണെങ്കിൽ അപ്പർ കേസിലേക്ക് മാറ്റും, അപ്പർ കേസ് ആണെങ്കിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ടു ലോവർ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് ടു കൺവേർട്ട് എ ഗിവൺ ക്യാരക്ടർ ടു ലോവർ കേസ്. ഇതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ ഫംഗ്ഷൻസ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് കൂടി നമുക്ക് വിശദീകരിക്കാം. ശ്രദ്ധിക്കുക, ആദ്യം CC ടൈപ്പ് എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് CH1ൽ A ആണുള്ളത്, സ്മോൾ a ആണ്. CH2ൽ ക്യാപിറ്റൽ A ആണ്. CH3ൽ 5 സിംഗിൾ കോട്ടിലാക്കിയത്. ഇതും ഒരു ക്യാരക്ടറാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ഇന്റിജർ അല്ല, ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ഈ 3 ക്യാരക്ടേഴ്സ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് ഈസ് അപ്പർ CH എന്നുള്ളതാണ്. അപ്പൊ CH1 എന്നുള്ളത് അപ്പർ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. CH1 അപ്പർ കേസ് അല്ലല്ലോ, അത് സ്മോൾ കേസ് ആണല്ലേ, ചെറിയ ശരാണല്ലോ. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൾസ് വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഫോൾസ് വാല്യൂ എപ്പോഴും 0 ആണ് ഉണ്ടാവുക. ട്രൂ വാല്യൂ എന്നുള്ളത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് 0 അല്ലാത്ത ഒരു നമ്പർ ആയിരിക്കും. നോൺ 0 വാല്യൂ ആണ് ട്രൂ എന്ന് പറയുന്നത്. നമുക്ക് കാണാം, അടുത്ത് നോക്കാം. നമുക്ക് ഈസ് അപ്പർ CH1 സ്മോൾ a ആയതുകൊണ്ട്, പിന്നെ അത് അപ്പർ കേസ് അല്ലാത്തത് കൊണ്ട് 0 ആയതുകൊണ്ട്, ഫോൾസ് ആയതുകൊണ്ട് 0 കിട്ടുന്നു. പക്ഷെ രണ്ടാമത് നോക്കുക, ഈസ് ലോവർ CH1 ലോവർ ആണോ? അതെ അല്ലെ? അതെ എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഒരു ട്രൂ വാല്യൂ ആണ്. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോൺ 0 ആയിരിക്കുന്ന വാല്യൂ ആയിരിക്കും. അത് 1 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്, അത് മുൻപ് എഴുതിയ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 ആയിരിക്കണം നിർബന്ധമില്ല. 0 അല്ലാത്ത ഏത് വാല്യൂവും ട്രൂ വാല്യൂ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക.
അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ഈസ് ആൽഫ CH1 ഈസ് ആൽഫ CH1 ആൽഫബറ്റ് അല്ലേ? അതെ, ആൽഫബറ്റ് ആണെങ്കിൽ അത് ട്രൂ വാല്യൂ ആണ് തരുന്നത്. കണ്ടില്ലേ, ഇവിടെ ട്രൂ വാല്യൂ 1024 തന്നിരിക്കുന്നത്, 512 ആണ്. അത് ഏത് ഇന്റിജർ വാല്യൂ നമുക്ക് തരാമെന്നുള്ളതാണ്, ഏത് നോൺ സീറോ വാല്യൂ തരാമെന്നുള്ളതാണ്. അടുത്ത കേസ്, ഈസ് ഡിജിറ്റ് CH3? യെസ്, CH3 എന്താണ്? ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു നോൺ സീറോ ആയിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ട്രൂ ആണ്. ഇനി അടുത്ത കേസ് ശ്രദ്ധിക്കുക, ഈസ് ആൽനം CH2 ആൽഫബറ്റോ നമ്പറോ ആണോ എന്നുള്ളതാണ്. CH2 ആൽഫബറ്റോ നമ്പറോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ആൽഫബറ്റ് ആണ്. അതുകൊണ്ട് അതിന്റെയും ഔട്ട്പുട്ട് എന്താണ്? ട്രൂ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 4 കേസും, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം എന്ന് പറയുന്ന ആ കേസുകളൊക്കെ എന്താണ്? ട്രൂ വാല്യൂ ആണ്. അതുകൊണ്ടാണ് സീറോ അല്ലാത്ത വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ കേസ് ഈസ് അപ്പർ CH1 ഫോൾസ് ആയതുകൊണ്ട് 0 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് വരാം. ടു അപ്പർ CH1. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന CH1 എന്ന് പറയുന്നത് സ്മോൾ എ ആണ്, അതിനെ ക്യാപിറ്റൽ എയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ CH2 ക്യാപിറ്റൽ എ ആണ്, അതിനെ സ്മോൾ എയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പർ CH1 കൊടുത്താൽ നമുക്ക് ഒരു ആസ്കി വാല്യൂ ആണ് കിട്ടുക. അതിന് ക്യാരക്ടറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു കാർ എന്നുള്ള ടൈപ്പ് കൺവേർഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നാം ഈ ഒരു ക്ലാസ്സിൽ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് മാത്രമാണ് ചർച്ച ചെയ്തത്. തീർച്ചയായും ഫംഗ്ഷൻസിന്റെ 2 ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വളരെ ലളിതമായി പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് അനുസരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.